സുഹൃത്തുക്കളെ, മൈ ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവൽ ഫുട്ബോൾ എന്ന് അറിയപ്പെടുന്നത് ISL ആണ്. നമുക്കൊക്കെ അറിയുന്നതാണ്. ISL താരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആരാധകരെ, ISL കോച്ചസിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്തായാലും ISL വെട്ടാനൊന്നും ഐ ലീഗ് ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ISL ഓരോ പ്ലേയേഴ്സും സൈൻ ചെയ്യുന്നത് കോടികൾക്ക് അല്ലെങ്കിൽ ലക്ഷങ്ങൾക്കാണ്. ചെറിയ ചില്ലറ പൈസക്കൊന്നുമല്ല സൈനിങ് നടക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാലോ, പല വാർത്തകളും നിങ്ങൾ കാണുന്നതാണ്. പക്ഷേ ഇനി ഇന്നലത്തെ പത്രത്തിൽ വന്ന ഒരു ന്യൂസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊന്ന് കണ്ടുനോക്ക്. ISL ചാമ്പ്യൻസ് ആയ, ഒരു വർഷം ISL ചാമ്പ്യൻസ് ആയ ഒരു ക്ലബിന്റെ സ്റ്റാഫുകൾ സ്റ്റേഡിയത്തിൽ വന്നിട്ട് സാലറിക്ക് വേണ്ടി കെഞ്ചുന്ന, യാചിക്കുന്ന ഒരു അവസ്ഥയാണ് ന്യൂസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ISL ഒരു ക്ലബായ ഹൈദരാബാദ് FC ന്യൂസാണ് നമ്മൾ കണ്ടതെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ട ISL ഒരു ക്ലബിന്റെ മാത്രം അവസ്ഥയാണ് ഇതെന്ന്. ISL ആവട്ടെ, ഐ ലീഗ് ആവട്ടെ, പല ക്ലബുകളും പല പ്ലേയേഴ്സിനും പല സ്റ്റാഫുകൾക്കും സാലറി കൊടുക്കാൻ പെൻഡിങ് ഉണ്ട്. കോടികൾക്ക് സൈൻ ചെയ്യുന്ന ചില പ്ലേയേഴ്സിന് കിട്ടുന്നത് ചില്ലറ തുക മാത്രമാണ്. എന്ന് വെച്ചാൽ അവരെ പല പണവും പല രീതിയിലുള്ള പണവും കിട്ടാൻ ബാക്കിയാണെന്നർത്ഥം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം മാത്രം ISL ഉള്ള അല്ലെങ്കിൽ ഐ ലീഗ് കളിക്കുന്ന ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥയാണ് ഇത്. അല്ല, പല വർഷങ്ങളിലും കളിച്ച പല താരങ്ങളെയും എനിക്ക് നേരിട്ടറിയാം. സാലറി കിട്ടാതെ രേഖകളിൽ മാത്രം കോടികളുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന പല ഡീലുകളും പല സൈനിങ്ങുകളും എനിക്കറിയാൻ പറ്റും. എനിക്കറിയാം, വ്യക്തിപരമായിട്ട് അറിയുന്ന പല പ്ലേയേഴ്സും ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ടോപ്പ് ലെവൽ ഫുട്ബോളിന്റെ അവസ്ഥയാണിത് എന്നർത്ഥം. രേഖകളിൽ മാത്രം കോടികളുടെ സൈനിങ് നടക്കുന്നുണ്ട്. എന്നാൽ ആക്ച്വൽ മണി ആയിട്ട് കണക്കാക്കുമ്പോൾ, ആക്ച്വൽ മണിയുടെ ട്രാൻസാക്ഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പൈസയൊന്നും കൊടുക്കാതെ പെൻഡിങ് ആയി നിൽക്കുന്ന പല ക്ലബുകളുണ്ട്. ഇനി ഒരു താരം സാലറി കിട്ടാതായിട്ട് കുടുങ്ങിയിട്ട് മറ്റൊരു ക്ലബിലേക്ക് മാറാം, അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് പോകാം, അല്ലെങ്കിൽ കേസിന് പോകാം എന്ന് വിചാരിച്ചാൽ ആ പ്ലേയേഴ്സിന്റെ ജീവന് പോലും ഭീഷണി മുഴക്കുന്ന അത്ര കഴിവുള്ള ഗുണ്ട ബാക്ക്ഗ്രൗണ്ടുള്ള ക്ലബ്ബുകൾ പോലും ISL ഫുട്ബോളിൽ കളിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പല ക്ലബ്ബുകൾക്കും ധൈര്യത്തിൽ പല പ്ലേയേഴ്സിനും ട്രാൻസ്ഫർ ചോദിക്കാനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറിനെ കുറിച്ച് ആലോചിക്കാനോ കിട്ടാനുള്ള പണത്തിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കാനോ പറ്റാത്ത അവസ്ഥ ഇന്ത്യൻ ഫുട്ബോളിലുണ്ട്. അതൊരു പരസ്യമായ രഹസ്യമാണ്. ഇപ്പം ആക്ച്വലി ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. നമ്മളെ പ്ലേയേഴ്സിനോട് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഫെയിം ആകുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഇന്ത്യയിലെ ടോപ്പ് ലെവൽ ഫുട്ബോളായ ISL കളിക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്ന് പറയണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻ്റ് ഒക്കെ അവിടെ മാറ്റി വെച്ചേക്ക്, ചിലപ്പോൾ ടാലൻ്റ് ഒക്കെ മുരടിച്ചു പോകും, എന്നാലും നിങ്ങളുടെ ലൈഫ് സേഫ് ആകുന്ന രീതിയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചോളൂ എന്ന് പറയണോ, അതല്ല ചിലപ്പോൾ കളിച്ചാൽ അടിയും ഇടിയും അല്ലെങ്കിൽ ചവിട്ടും കുത്തൊക്കെ കൊണ്ട് മരിക്കാൻ വരെ ചാൻസ് ഉള്ള സെവൻസ് ഫുട്ബോളിന് പോകണോ? അതായത് സെവൻസിൽ ചിലപ്പം മരിച്ചെന്ന് വരാം, പക്ഷേ ഡെയിലി വൈകുന്നേരം കളി കഴിഞ്ഞ് നിങ്ങൾക്ക് കൂലി കിട്ടും, അതുറപ്പാണ്. കൂലി കിട്ടാതെ നിങ്ങൾക്ക് പോകേണ്ടി വരില്ല. ഈ രീതിയിൽ ഏത് ഫുട്ബോളിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യണം, നമ്മളെ കുട്ടികളെ ഏതിലേക്ക് ലീഡ് ചെയ്യണം, ഇനി അതല്ല ഫുട്ബോളെ വിട്ട് മറ്റെന്തെങ്കിലും പണിക്ക് പോകാൻ പറയണോ? ആക്ച്വലി ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു വീഡിയോ ചെയ്യുമ്പം ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങൾ വരാമെന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. എന്നാലും ഇത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതൊന്നും ഒരു ശരിയായ ഏർപ്പാടായിട്ട് തോന്നില്ല. ഇതൊക്കെ ശരിയാവുമായിരിക്കും അല്ലേ? ഇത് ഇന്ത്യൻ ഫുട്ബോൾ മാത്രമാണെന്ന് വിചാരിക്കണം കേട്ടോ. വേൾഡ് ഫുട്ബോളിലെ പല ക്ലബ്ബുകളിലും നടക്കുന്ന പരിപാടി കൂടിയാണ്. അപ്പോൾ ഇന്ത്യനെ മാത്രം കുറ്റം പറയാനൊന്നുമില്ല. എന്നാലും ഇതൊക്കെയാണ് ഫുട്ബോൾ മേഖലയിൽ ടോപ്പ് ലെവൽ ഫുട്ബോളിൽ നടക്കുന്ന പല പ്രയാസങ്ങളും എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ നല്ല രീതിയിലായി മാറട്ടെ എന്ന് ആശംസിക്കാം. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.